നമസ്കാരം. പ്രണവ് മോഹൻലാലിനെ മലയാളികൾക്ക് വലിയ സ്നേഹവും ഇഷ്ടവുമൊക്കെയാണ്. അത് മോഹൻലാൽ എന്ന സൂപ്പർ താരത്തോടുള്ള ആരാധന കൊണ്ട് മാത്രമല്ല, പ്രണവിൻ്റെ ജീവിതത്തിലെ ലാളിത്യവും എളിമയും കൊണ്ടുകൂടിയാണ്. താരപ്പകിട്ടില്ലാതെ, ആരും അറിയാതെ, ആരുടെയും കണ്ണിൽപ്പെടാതെ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾ കൂടിയാണ് പ്രണവ്. യാത്രകൾ ചെയ്യുക, വായനയിൽ ആനന്ദം കണ്ടെത്തുക, സംഗീതം ആസ്വദിക്കുക, ഇതൊക്കെ തന്നെയാണ് താരപുത്രനും യുവനടനുമായ പ്രണവിൻ്റെ പ്രധാനമായ വിനോദങ്ങൾ. എല്ലാ സുഖസൗകര്യങ്ങളിലും കഴിയാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടായിട്ടും പ്രണവിൻ്റെ യാത്രകൾ മലയാളികൾ പലപ്പോഴും അമ്പരപ്പോടുകൂടി തന്നെയാണ് കാണാറുള്ളത്. ട്രെയിനിലും ബസ്സിലും മറ്റ് പൊതുഗതാഗത സംവിധാനങ്ങളിലുമൊക്കെയാണ് പ്രണവ് കൂടുതലായും യാത്ര ചെയ്യാറുള്ളത്. 5 സ്റ്റാർ ഭക്ഷണത്തേക്കാൾ പ്രണവിനെ ഭ്രമിപ്പിക്കുന്നത് തനി നാടൻ ഭക്ഷണം തന്നെയാണ്. അത് പലപ്പോഴും മലയാളികൾ നേരിട്ട് കണ്ടിട്ടുള്ളതുമാണ്. പൊതുവെ പ്രണവ് അന്തർമുഖനാണ് എന്ന് അടുത്ത സുഹൃത്തുക്കൾ പോലും സമ്മതിക്കും. വളരെ അപൂർവമായി മാത്രമാണ് കുടുംബത്തിലെ ചടങ്ങുകളിൽ പോലും പ്രണവ് പ്രത്യക്ഷപ്പെടാറുള്ളത്. വർഷത്തിൽ 1 അല്ലെങ്കിൽ 2 വർഷത്തിൽ 1 എന്ന രീതിയിലാണ് പ്രണവിൻ്റെ സിനിമകൾ മലയാളത്തിലേക്ക് അല്ലെങ്കിൽ മറ്റു ഭാഷകളിലേക്ക് എത്താറുള്ളത്. അതിൻ്റെ പ്രൊമോഷന് പോലും പ്രണവ് എത്താതിരിക്കുന്നത് വലിയ തോതിൽ വിമർശനത്തിന് കാരണമാകാറുണ്ട്. പൊതുവേദികളിൽ മാത്രമല്ല, കുടുംബത്തിലെ വിശേഷങ്ങളിൽ പോലും പ്രണവ് ഈ ഒളിച്ചുകളി നടത്താറുണ്ട് എന്നത് തന്നെ മലയാളികൾക്ക് കഴിഞ്ഞ ദിവസമാണ് മനസ്സിലായത്. മോഹൻലാലിൻ്റെ അമ്മ അല്ലെങ്കിൽ പ്രണവിൻ്റെ മുത്തശ്ശി ശാന്തകുമാരിയുടെ ജന്മദിനാഘോഷം കൊച്ചി എളമക്കരയിലെ വീട്ടിലായിരുന്നു നടന്നത്. ഇടയ്ക്കെയും ബാബക്കുട്ടൻ്റെ പാട്ടുമൊക്കെയായി വേദി കൊഴുത്തപ്പോഴും അവിടെ എത്തിയ അതിഥികൾ തിരഞ്ഞത് പ്രണവും മോഹൻലാലിനെ തന്നെയാണ്. എവിടെയാണ് പ്രണവ് എന്ന് എല്ലാവരുടെയും കണ്ണുകൾ പല ഇടങ്ങളിൽ നോക്കുന്നുണ്ടായിരുന്നുവെങ്കിലും എവിടെയും പ്രണവ് നേരിട്ട് പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല. ആരുടെയും കൂട്ടത്തിൽപ്പെടാതെ ഒളിഞ്ഞും മറഞ്ഞും മാത്രമാണ് പലപ്പോഴും പ്രണവ് വീഡിയോയിൽ പോലും പ്രത്യക്ഷപ്പെടുന്നത്. സാധാരണക്കാരനിൽ സാധാരണക്കാരനായി ആൾക്കൂട്ടത്തിനിടയിൽ ഒരാളായി മാത്രം, ഒരു അതിഥിയെപ്പോലെ മാത്രമാണ് പ്രണവ് കുടുംബവേളകളിൽ പോലും അല്ലെങ്കിൽ കുടുംബത്തിലെ പ്രധാന ചടങ്ങുകളിൽ പോലും പ്രത്യക്ഷപ്പെടുന്നത് എന്നത് മലയാളികൾ വളരെ അമ്പരപ്പോടുകൂടിയാണ് കഴിഞ്ഞ ദിവസം ആ പിറന്നാൾ ദിനത്തിൽ പോലും നോക്കിക്കണ്ടത്.